നിലമ്പൂരിൽ യു.ഡി.എഫ് നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. നിലമ്പൂരിൽ നിന്ന് എസ് എ അജിംസും മുഹമ്മദ് അസ്ലമും ചേരുന്നുണ്ട്. അജിംസ്, യു.ഡി.എഫ് എങ്ങനെയായിരിക്കും? അതിനകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അൻവറിനെ മുന്നണിയിൽ ചേർക്കണോ എന്നുള്ള കാര്യത്തിൽ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് അൻവറിനെ സംബന്ധിച്ച് ഭാവി എന്തായിരിക്കും? നിലവിൽ ഇന്ന് രാവിലെ മുതൽ വന്നിട്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രത്തെ ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായിട്ട് അൻവറിനെ യു.ഡി.എഫിന്റെ മുന്നണിയിലെടുക്കുകയോ അല്ലെങ്കിൽ അൻവറിന്റെ ഡിമാൻഡിനെ അംഗീകരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് കോൺഗ്രസിന് മാത്രമല്ല യു.ഡി.എഫ് നേതൃത്വത്തിന് പൊതുവേ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാറിൻ്റെതാണെങ്കിലും മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടേതാണെങ്കിലും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവും അൻവറിനെ എല്ലാവരും കേൾക്കുന്നുണ്ട്, അൻവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള ഉറപ്പും അൻവറിന് ഇനിയും ലഭിച്ചിട്ടില്ല. അൻവർ അതിൽ നിരാശനാണ്, ക്ഷുഭിതനാണ് എന്നാണ് ഇപ്പോൾ പിന്നീട് നടന്നിട്ടുള്ള സമവായ ചർച്ചകൾ. ഇപ്പോൾ കോഴിക്കോട് ഡി.സി.സി പ്രസിഡന്റ് പ്രവീൺ കുമാറുമായി നടത്തിയിട്ടുള്ള ചർച്ചകളുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അതാണ്. അത്തരത്തിലൊരു വഴങ്ങലിന് യു.ഡി.എഫോ കോൺഗ്രസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എത്ര വരെ പോകട്ടെ എന്നൊരു കാത്തിരുന്ന് കാണാവുന്ന ഒരു ലൈനാണ് ഇപ്പോൾ കോൺഗ്രസിനും യു.ഡി.എഫ് നേതൃത്വത്തിനും ഉള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് യു.ഡി.എഫിനും കോൺഗ്രസിനും വിനയായി മാറും എന്നൊരു നിഗമനമാണ് യു.ഡി.എഫ് നേതൃത്വത്തിനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ പോവുകയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അല്പസമയത്തിനകം തന്നെ എത്തും. സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ തുടങ്ങും എന്നറിയാം. എന്തായാലും ഇതിനിടയിലെല്ലാം തന്നെ അൻവറിനെ മറ്റൊരു രീതിയിൽ അൻവറുമായ ആശയവിനിമയം തുടരുന്നുണ്ട് യു.ഡി.എഫ് നേതൃത്വം നമ്മൾ മനസ്സിലാക്കണം. ഡി.സി പ്രസിഡന്റ് പ്രവീൺ കുമാറും ഇന്നലെ മുൻ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും അൻവറുമായി സംസാരിച്ചു എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയുകയല്ല, ഒരു കമ്മ്യൂണിക്കേഷന്റെ വാതിൽ തുറന്നിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ ഉള്ളത്. അപ്പോൾ എന്നോടൊപ്പം അസ്ലം കൂടി ചേരുന്നു. അസ്ലം, അൻവർ ഇനിയും കാത്തിരിക്കേണ്ടി വരും? ഇനി കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെ പറയുന്നത്. 2 ദിവസമാണ് അൻവർ യു.ഡി.എഫിന് കൊടുത്തിരിക്കുന്ന സമയം. യു.ഡി.എഫ് നേതാക്കളെ സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടാക്കിയ ഒരു ഡീലുണ്ട്. അതായത് യു.ഡി.എഫിനുമായി സഹകരിക്കുന്ന ഒരു പാർട്ടിയാക്കി മാറ്റുക, അടുത്ത ദിവസം തന്നെ അൻവറിന് ഒരു സീറ്റ് നൽകുക, അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ ഡിമാൻഡ് അത് ചർച്ച ചെയ്യാം എന്ന രീതിയിലാണ് ഒരു ഡീൽ ഉണ്ടാക്കി വെച്ചത്. ആ ഡീലിനപ്പുറത്തേക്ക് ഒരു തരത്തിലും പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് വന്നു. മാത്രമല്ല കോൺഗ്രസ് ഒരു പക്ഷേ കെ. സുധാകരൻ കെ.പി.സി. പ്രസിഡന്റ് നമ്മൾ കുറെ കൂടി ഫ്ലെക്സിബിളായി അൻവറിനോട് ഒരു ഇടപാട് നടത്തിയിരുന്നു. അതേസമയം പുതിയ പ്രസിഡന്റ് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി കളയുന്ന രീതിയിലുള്ള വർത്തമാനം നടത്തിയ ഒരാളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വേണ്ട, വിട്ടുവീഴ്ചയും വേണ്ടതില്ല. യു.ഡി.എഫ് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ അൻവർ വരികയാണെങ്കിൽ അൻവർ വരാം, അല്ലെങ്കിൽ അൻവറിൻ്റെതായ വഴിക്ക് പോകട്ടെ എന്ന രീതിയിൽ ഒരു കടുത്ത നിലപാട് കോൺഗ്രസ് എടുത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് എന്നത്തേക്ക് യു.ഡി.എഫ് പ്രവേശനം സാധ്യമാക്കാമെന്നൊരു ഇതാണ് കോൺഗ്രസിനോട്. അതായത് യു.ഡി.എഫ് പ്രവേശനം, മുന്നണി പ്രവേശനം എന്നുള്ളത് അവർ അജണ്ടയിൽ ഇല്ല, അവർ തീരുമാനിച്ചിട്ടില്ല. അതേസമയം യു.ഡി.എഫുമായിട്ടുള്ള സഹകരിക്കുന്ന ഒരു പാർട്ടിയായി അൻവറിനെ പ്രഖ്യാപിക്കുക, അവർക്കുള്ള സീറ്റ് ഉൾപ്പെടെയുള്ള അത് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ ഒരു യു.ഡി.എഫിന്റെ അനൗൺസ്മെന്റ് ആയിട്ട് തന്നെ പോകാം. പക്ഷെ അതിൽ ഡീലായാൽ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അങ്ങനെ അത് വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെയും നടത്താൻ അവർ തയ്യാറാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലൊക്കെ ആ കാര്യം വ്യക്തമാക്കിയതാണ്, നേതാക്കൾ വ്യക്തമാക്കിയതാണ്, അവരുടെ മധ്യസ്ഥ ചർച്ച നടത്തിയ ആൾക്കാർ വ്യക്തമാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രവേശനം എന്ന രീതിയിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അൻവറിന്റെ കാര്യം അൻവർ തീരുമാനിക്കുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കെ. പ്രവീൺ കുമാർ കോഴിക്കോട് ഡി.സി പ്രസിഡന്റ് വരുന്നു, കെ. സുധാകരൻ ഇന്നലെ കണ്ടു, പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹം പോയി കാണുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെയും ഈ ഒരു നിലപാടിനപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസോ യു.ഡി.എഫോ തയ്യാറാകില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്നില്ല വിജയം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയ പി.വി. അൻവറിനെ യു.ഡി.എഫിന്റെ ഭാഗമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഏത് ഘട്ടത്തിലും ഈ അസ്വസ്ഥത ഉണ്ടാകാം. അത് യു.ഡി.എഫ് ഇത് സംബന്ധിച്ചുള്ള യു.ഡി.എഫ് പ്രവേശന ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യം യു.ഡി.എഫ് നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. CPM-നെ പോലെ വളരെ കെട്ടുറപ്പുള്ള ഒരു പാർട്ടി നയിക്കുന്ന LDF എന്ന് പറയുന്ന മുന്നണിയെ പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തനായ നേതാവിനെ എതിരെ കൃത്യമായി പരസ്യമായി പ്രസ്താവനമായി രംഗത്ത് പറഞ്ഞ ഒരാൾ, അവരെ അസ്വസ്ഥപ്പെടുത്തിയ ഒരാൾ യു.ഡി.എഫിനെ പോലെ ഫ്ലെക്സിബിളായ ഒരു സംവിധാനത്തിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പലതവണ ആലോചിച്ച ശേഷം മാത്രമേ അൻവറിനെ മുന്നണിയിലെടുക്കാവൂ എന്ന് അവർ ആദ്യഘട്ടത്തിൽ നമ്മൾ സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരോട് നമ്മൾ അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്, അപ്രതീക്ഷിതമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നണി കൊണ്ടുപോകും എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തീരുമാനം മാറ്റാതെ അവർ അതേ ഷോക്ക് എത്തുമ്പോൾ അവർ പറഞ്ഞ കാര്യം ഒരു തരത്തിലുള്ള വിലപേശൽ, പരസ്യമായ വിലപേശൽ അതിൽ നിന്നൊടുക്കേണ്ടതില്ല.